ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. ഇന്ന് പറയാൻ പോകുന്നത് നാർസിസ്റ്റുമായി ബന്ധപ്പെട്ടതും അതേപോലെ ആൻസൈറ്റിയുമായി രണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പൊതുവേ നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ്, അല്ലെങ്കിൽ കേട്ടൊരു വാക്കാണ് ട്രോമ. എല്ലാവർക്കും എന്താണ് ഈ ട്രോമ എന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഏകദേശം ഒരു ധാരണ ഉണ്ടാവും, നമുക്കുണ്ടാവുന്ന ഒരു മോശമായ കാര്യമെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാൽ ട്രോമയെ പറ്റി കുറച്ചും കൂടി ഡീപ്പായിട്ട് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ ട്രോമ എന്ന് പറയുന്നത് പൊതുവേ നമുക്കുണ്ടാവുന്ന ശക്തമായ ആഘാതം, അതായത് നമുക്ക് മനസ്സിന് താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എന്നൊക്കെ പറയാം. ഇത് പല ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ട്രോമ. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊടുന്നതിനുണ്ടാകുന്ന ആഘാതം, അതിശക്തമായ ആഘാതം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ വേണ്ടപ്പെട്ട് മരിച്ചു പോവുക, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുക, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഈ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ സംഗതിയെ അക്യൂട്ട് ട്രോമ എന്ന് പറയാം. എന്നാൽ പിന്നെ ഒന്നുള്ളത് ക്രോണിക് ട്രോമയാണ്. ക്രോണിക് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് പോലെ ശക്തമായ ആഘാതം ആയിരിക്കില്ല, പതുക്കെ ഇങ്ങനെ ഉണ്ടാകുന്നൊരു ട്രോമ. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നിരന്തരം ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് പ്രതിസന്ധികളും പ്രയാസങ്ങളും, അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്ത് നിന്ന് പല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതൊക്കെ അനുഭവിച്ച് പോകുന്നതിനാണ് ക്രോണിക് ട്രോമ എന്ന് പറയാം. അപ്പോൾ പല രീതിയിലുണ്ട്. നമുക്ക് നിരന്തരം ചെറുതോ വലുതോ ആയ സമ്മർദ്ദങ്ങളും സ്ട്രെസ്സുകളും അനുഭവിച്ച് ട്രോമ ഉണ്ടാകുന്നതിനെ നമുക്ക് ക്രോണിക് ട്രോമ എന്ന് പറയാം. അതിന് മൂന്നാമതൊരു ട്രോമ കൂടിയുണ്ട്, കോംപ്ലക്സ് ട്രോമ എന്ന് പറയും. കോംപ്ലക്സ് ട്രോമ എന്ന് പറയുന്നത് നമ്മൾ രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ശക്തമായ ചില ആഘാതങ്ങൾ ഉണ്ടാകുന്നതിനാണ് കോംപ്ലക്സ് ട്രോമ എന്ന് പറയാം. അപ്പോൾ ഇതിൽ നാർസിസ്റ്റായ ഒരു വ്യക്തിയിൽ നിന്ന് വിക്ടിം അനുഭവിക്കേണ്ടി വരുന്ന ട്രോമ ഏതാണ്? ഒരു സംശയവും വേണ്ട, ക്രോണിക് ട്രോമയാണ് കൂടുതൽ. എന്നാൽ അക്യൂട്ട് ട്രോമ ഉണ്ടാവും, കോംപ്ലക്സ് ട്രോമയും ഉണ്ടാവും. എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. ക്രോണിക് ട്രോമ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ ആദ്യ സമയത്തൊക്കെ നല്ല സ്നേഹബന്ധം, നല്ല അടുപ്പൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ്. എന്നാൽ മക്കളും പാരൻസും അവരും തമ്മിൽ എന്തുണ്ടാവും, ആദ്യമൊക്കെ നല്ല സ്നേഹബന്ധമൊക്കെ ഉണ്ടാവാം. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് അവഗണന, കുറ്റപ്പെടുത്തൽ, പലതരം ആരോപണങ്ങൾ, പലതരം അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, പലതരം അടികളൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ക്രോണിക് ട്രോമയാണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ അതിശക്തമായ ആഘാതവും ഉണ്ടാവാം. അതായത് നമ്മൾ നനച്ചിരിക്കാതെ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ നമുക്ക് ശക്തമായ അടി തരിക, അങ്ങനെ അപകടം ഉണ്ടാക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട് ട്രോമയും ഉണ്ടാവാം, ക്രോണിക് ട്രോമയും ഉണ്ടാവാം. എന്നാൽ കോംപ്ലക്സ് ട്രോമയോ ഉറപ്പായിട്ടും. കാരണം നിങ്ങൾക്കൊരു കാര്യം ആദ്യം തന്നെ അറിയാം, ഇവർക്ക് ട്രോമ ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതായത് ഇവരെ വിട്ടു പോവാതെ നല്ല അടുപ്പം ഉണ്ടാക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ് ആർക്കുണ്ടാവുക, വിക്ടിം. അത് മക്കളായാലും ഭാര്യ ആയാലും ഭർത്താവായാലും ആരായാലും ഇവർക്ക് ആ സർക്കിളിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. അപ്പോൾ രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ നിരന്തരം നമുക്ക് ട്രോമ എക്സ്പീരിയൻസ് ഉണ്ടാവും. നിരന്തരം കുറ്റപ്പെടുത്തൽ, ആരോപണങ്ങൾ, അടി, ഇടി, തൊഴി, അങ്ങനെ പല 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 കാര്യങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നേരിടുന്ന ഒരാളെ സംബന്ധിച്ച് എന്താ ഉണ്ടാവുക, സ്ട്രെസ്സ് നല്ലോണം ഉണ്ടാവും. ഈ സ്ട്രെസ്സ് കൂടിയിട്ട് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്താവും, ആൻസൈറ്റി ആയിട്ട് മാറും. അങ്ങനെ ഈ ആൻസൈറ്റി പലതരം ശാരീരിക രോഗങ്ങൾക്കും മാനസിക രോഗങ്ങൾക്കും കാരണമാവും. ഇപ്പോൾ ട്രോമാൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിരിക്കും. ചില ആൾക്കാർക്ക് ആ വീട് കാണുന്നത് ട്രോമ ആയിരിക്കും, ചില ആൾക്കാർക്ക് ബന്ധുക്കൾ വരുന്നത് ട്രോമ ആയിരിക്കും, ചില ആൾക്കാർക്ക് വീട്ടിലെ ചില വസ്തുക്കൾ, ടേബിള്, മേശ, TV, അങ്ങനെ പലതും ട്രോമ ആയിരിക്കും. ഇതൊക്കെ എങ്ങനെയാണ് ട്രോമ ആവുക? അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ട്രോമ അവസ്ഥയും ഇവരുണ്ടാക്കുന്ന ഒരു ആഘാതവും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സ്ത്രീ, അവർ കല്യാണം കഴിയുന്ന സമയത്ത് അവരുടെ അമ്മ അവർക്കൊരു മാല സമ്മാനം നൽകിയിരുന്നു. ഈ മാല എങ്ങനെയുള്ളതാണ്? ആ അമ്മ ഒരുപാട് കാലം അധ്വാനിച്ച് ചെറിയ പൈസയൊക്കെ സ്വരൂപിച്ചുണ്ടാക്കിയ, ചോര നീരാക്കി ഉണ്ടാക്കിയ ഒരു മാലയാണ്. അങ്ങനെയാണെങ്കിൽ ആ മാലയുമായിട്ട് ഈ സ്ത്രീക്ക് എത്രത്തോളം ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും? വളരെ വലുതായ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഈ നാർസിസ്റ്റായ ഹസ്ബൻഡ് ഒരു ദിവസം ഈ മാല കൊണ്ടുപോയിട്ട് വിറ്റിട്ട് അതിന് പകരം ഒരു വലിയ TV വാങ്ങിക്കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ മറ്റു പല വസ്തുക്കളും കൊണ്ടുവരികയാണ്. അങ്ങനെ ആകുമ്പോൾ ഈ വസ്തു എന്തായിരിക്കും? ഈ വസ്തു ഈ സ്ത്രീയെ സംബന്ധിച്ച് ട്രോമയായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് ബന്ധുക്കൾ വരികയാണ്. ഈ ബന്ധുക്കൾ വരുന്ന സമയത്ത് ബന്ധുക്കളെ മുമ്പിൽ നാർസിസ്റ്റായ വ്യക്തി ഇവരെ വിക്ടിമിനെ നല്ലോണം കുറ്റപ്പെടുത്തുകയാണ്, അടിക്കുകയാണ്, തൊഴിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഈ ബന്ധുക്കൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് വിചാരിച്ചോ, ഈ ബന്ധുക്കളൊക്കെ കാണുന്നത് എന്തായിരിക്കും? ട്രോമയായിട്ട് മാറും. പിന്നെ ഈ ചെയ്യുന്ന വ്യക്തിനോട് എപ്പോഴും ഒരു ട്രോമ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ. ചെയ്യുന്ന വ്യക്തി വരുന്നത് കാണുമ്പോൾ, ശബ്ദം കേൾക്കുമ്പോഴൊക്കെ പിന്നീട് പേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം.
അപ്പോൾ ട്രോമ എന്ന് പറയുന്നത് ചെറിയ ചെറിയ വസ്തു മുതൽ ആ വീട്ടിലെ ഓരോ വസ്തുവിനോടും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരോടും ചുറ്റുപാടോടും അയൽവാസികളോടൊക്കെ ഉണ്ടാവാം. എന്തുകൊണ്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ ഭീതികരമായ, പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മുമ്പേ നടന്നിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ട്രോമ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണേണ്ടതല്ല. എന്നാൽ ഈ ട്രോമയെ പറ്റിയൊരു വിഷയം എന്ന് പറയുന്നത് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. കാരണം മറ്റുള്ളവർ ഈ ട്രോമയുടെ ആഘാതം എന്തെന്ന് മനസ്സിലാക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഊഹിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ പറയും 10 രൂപയുടെ ഒരു കളിപ്പാട്ടല്ലേ, അത് വാങ്ങിക്കൊടുത്താൽ പോരെ. പക്ഷേ പൊതുവേ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് രാജ്യം നഷ്ടപ്പെട്ട രാജാവിൻ്റെ അതേ സങ്കടം ആർക്കുണ്ടാവും? കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്ക്. അപ്പോൾ ഈ വ്യക്തിക്ക്, ഈ ട്രോമ അനുഭവിക്കുന്ന വ്യക്തിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത്രത്തോളം തീവ്രമായി മനസ്സിൽ ആഴത്തിൽ മുറിവുണ്ടാക്കിയ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ട്രോമ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഇല്ലാതാക്കണമെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ട്രോമ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് തന്നെ പോകേണ്ടി വരും, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. എന്തായാലും അവർക്ക് മാറി നിന്നാലും ഇല്ലെങ്കിലും അവർക്ക് ട്രോമ ഹീലിംഗ് തെറാപ്പി ചെയ്യേണ്ടി വരും. അതായത് മനസ്സിൽ നിന്ന് ഈ മുറിവുകളൊക്കെ ഉണക്കാനുള്ള പരിപാടികൾ, സൈക്കോ തെറാപ്പിയൊക്കെ ചെയ്യേണ്ടി വരും. ഏതായാലും വീണ്ടും കാണാം. നന്ദി.